കോഫി ഞാൻ ചോദിച്ചില്ലല്ലോ. അവിടെ വെച്ചിട്ട് വയ്ക്കോ. ഇനി എന്താ വലിയ കുഞ്ഞ ചെറിയ കുഞ്ഞെന്ന്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം. അപ്പൊ എഴുന്നള്ളിയാ മതി. കല്യാണിക്ക് പോവാം. പോവാനല്ലേ പറഞ്ഞത്? നിക്ക്. പോകുമ്പോ ആ കോഫിയുടെ എടുത്തോണ്ട് വയ്ക്കോ. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ കൊണ്ടുവന്നത്. എവിടെയെങ്കിലും കൊണ്ട് ഒഴിച്ചു കളഞ്ഞേക്ക്. ഇതെല്ലാം അനിയൻകുട്ടൻ കാരണം സംഭവിച്ചത്. മര്യാദക്കിരുന്ന് എന്നോട് എന്തൊക്കെയായിരുന്നു ഡയലോഗ്. ചേച്ചി ചെന്ന് വലിയനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാ മതി. അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഇനി അങ്ങോട്ട് സുഖമായിട്ട് ജീവിക്കാം. ഓനയോ പൂനയോ വരിക്കച്ചക്കയോ ഒരിക്കടെ മൂടാ. ഒന്നും പറയണ്ട. അല്ലെങ്കിലും ആ ഇത്തിരി പോന്ന ചെക്കന്റെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ച എന്നെ വേണം പറയാൻ. ഞാനൊരു മണ്ടി. ആര് പറയുന്നത് അതുപോലെ അങ്ങ് വിശ്വസിക്കും. ഒടുവിലൊരു പ്രശ്നം വരുമ്പോ ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിക്കുകയും ചെയ്യും. കഷ്ടം തന്നെ എന്റെ കാര്യം. ഹലോ കല്യാണി, എന്തു പറ്റി? ഇത്ര ചെറുപ്പത്തിലെ വല്യമ്മമാരെ പോലെ പിറുപിറുത്തോണ്ട് നടക്കുകയാണല്ലോ. ആരോടാ ഈ ദേഷ്യം അമർഷമൊക്കെ? അത് ശബരി സാറേ, ഞാൻ വെറുതെ. ഹേയ് കല്യാണി, എന്നോട് ഈ സാറ് വിളിയൊന്നും വേണ്ട. ഭാവിയിൽ അത് മാറ്റി വിളിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോഴേ പേര് വിളിക്കാൻ നല്ലത്. പേര് വിളിക്കാനോ? അയ്യോ അതൊന്നും. അല്ല കല്യാണി, ഈ സാറെന്നൊക്കെ എന്നും വിളിക്കാൻ പറ്റുമോ? വല്ലപ്പോഴും ചേഞ്ചൊക്കെ വേണ്ടേ? അത് പോട്ടെ. ഇപ്പോഴെന്താ കല്യാണിയുടെ പ്രശ്നം? നമ്മൾ വിചാരിച്ച പരിഹരിക്കാൻ പറ്റുന്നതാണോ? എങ്കിൽ പറഞ്ഞാ മതി, നമുക്കൊരു കൈ നോക്കാം. ദൈവമേ, അതൊരു ഐഡിയ ആണല്ലോ. ഈ ശബരി സാറിനെ കൊണ്ട് വല്യകുഞ്ഞിനോട് എന്താ നടന്നതെന്ന് പറയിച്ചാ മതി. നമ്മുടെ പ്രശ്നം അതോടെ തീരും. ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? എന്താ കല്യാണി ആലോചിക്കുന്നേ? നമ്മൾ വിചാരിച്ച പരിഹരിക്കാൻ പറ്റുമോ? അത് സാറ് വിചാരിച്ച പരിഹരിക്കാൻ പറ്റും. സാറ് വിചാരിച്ചാലേ പറ്റൂ. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ നടന്നൊക്കെ ഈ സാറിനോട് തുറന്നു പറ. പോരട്ടെ. കല്യാണി, പോവാനല്ലേ പറഞ്ഞത്? ഓ, അപ്പൊ അതാണ് സംഭവം.
ആനന്ദ് ഇപ്പൊ കല്യാണിയെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലേ? സാരമില്ല, കല്യാണി ധൈര്യമായിട്ട് പോയിക്കോ. ഇത് ഞാൻ ഏറ്റു. ഡൺ. മച്ചു, എന്തു പറ്റി സഖാവേ? ആകെ ഒരു ടെൻഷൻ മൂടാണല്ലോ. ഓ വന്നല്ലോ ഗന്ധർവൻ. നീ എത്ര പേരെ പ്രേമിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ? കണക്ക് വല്ലതും ഉണ്ടോ കയ്യില്? അതൊരു 10-16 പേര് കാണും. എന്താ മച്ചു കാര്യം? അല്ല, നിന്റെ ഭാഷ പറഞ്ഞ ഒരാൾക്കൊരാളോട് മാത്രം തോന്നുകയാണല്ലോ പ്രണയം. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം വഴി ഈ പ്രണയത്തിന്റെ സുഖം അറിഞ്ഞ് ഒന്നിലധികം പേരെ നോക്കാനുള്ള വല്ല പരിപാടിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ മച്ചു ട്യൂഷൻ ഫീ തരണേ. ഞാൻ ഫ്രീ സർവീസ് ഒക്കെ നിർത്തി. സന്തോഷം. ഇനി നിന്റെ സർവീസ് വേണമെന്നില്ല. ഇതുപോലുള്ള ഓൾഡ് ഈസ് ഗോൾഡ് തന്ത്രങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും. അവന്റെ ഒരു ലോക്കറ്റും മാലയും. ഓഹോ, അപ്പൊ അതാണ് ഈ കലിപ്പിന്റെ കാര്യം. നീ പ്രണയം അറിയിക്കാൻ ലോക്കറ്റിൽ നിന്റെയും കല്യാണിയുടെയും ഫോട്ടോ വെച്ച മാല കൊടുത്തു. അത് സക്സസ് ആയില്ല. അതിന്റെ പുച്ഛമാണ് നമ്മളുടെ അടുത്ത്. പുച്ഛം മാത്രമല്ല, ആ മാല കൊടുത്തപ്പോ കല്യാണി എന്താ? വേണ്ട വേണ്ട വേണ്ട, ബാക്കി ഞാൻ പറഞ്ഞോളാം. ആ മാല കല്യാണി അച്ഛനെ ഏൽപ്പിച്ചു. ദാസേട്ടൻ അത് ആന്റി അറിയാതെ ആന്റിയുടെ ബാഗിലേക്ക് ഇട്ടു. അതാണ് ഇപ്പൊ നിന്റെ പ്രശ്നം. എന്താ അങ്ങനെയല്ലേ? അതെ, കല്യാണിക്ക് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അത് എന്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കണമായിരുന്നു. എന്തിനാ അവൾ ഇങ്ങനെ? മച്ചു റിലാക്സ്. നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. ദേ, ഞാനിപ്പൊ കല്യാണിയെ കണ്ടിട്ടാ വരുന്നത്. അവള് പറഞ്ഞു യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന്. ഇപ്പോഴെന്താ കല്യാണിയുടെ പ്രശ്നം? നമ്മൾ വിചാരിച്ച പരിഹരിക്കാൻ പറ്റുന്നതാണോ? അത് സാറ് വിചാരിച്ച പരിഹരിക്കാൻ പറ്റും. സാറ് വിചാരിച്ചാലേ പറ്റൂ. ഓഹോ, അങ്ങനെയാണോ? എനിക്ക് നടന്നൊക്കെ ഈ സാറിനോട് തുറന്നു പറ. പോരട്ടെ. കല്യാണി, ഇതാണ് നടന്നിരിക്കുന്ന സത്യം. ദാസേട്ടൻ കാറിൽ കയറിയതിനു ശേഷമുള്ള കാര്യങ്ങള് നോ ഐഡിയ. ഒരുപക്ഷെ തൊപ്പിയിൽ നിന്ന് കാറിൽ വീണ് കിടന്ന മാല ബാഗിൽ നിന്ന് പോയതാണെന്ന് കരുതി ആന്റി എടുത്ത് തിരികെ ബാഗിൽ വെച്ചതായിരിക്കാം. അതിപ്പോ സംഗതി എന്തായാലും നീ ഇപ്പൊ കാര്യം അറിയാതെ കല്യാണിയോട് അകൽച്ച കാണിക്കുന്നത് അതൊട്ടും ശരിയല്ല. പാവം, നിന്റെ പ്രകടനങ്ങൾ കണ്ട് ആകെ തകർന്നുപോയി. ഏതായാലും ഒരു കാര്യം ഉറപ്പാ മച്ചു, നിന്റെ ഒരു ചെറിയ അവഗണന പോലും കല്യാണിക്ക് താങ്ങാനാകില്ല. അവൾക്ക് നിന്നെ അത്രയ്ക്കിഷ്ടമാ, അത്രയ്ക്കിഷ്ടം. നോക്ക്, ഇനിയെങ്കിലും നീ നിന്റെ പ്രണയം അവളോട് പറയാൻ മടിക്കരുത്. തുറന്നു പറയാൻ വൈകിയത് കൊണ്ട് മാത്രം തകർന്നുപോയ ഒരുപാട് പ്രണയങ്ങളുണ്ട് ഈ നാട്ടില്. നീ അത് ഓർക്കുന്നത് നല്ലതാ മച്ചു. ഇനി ഇതുപോലെ തെറ്റിദ്ധരിച്ചുള്ള നിന്റെ ഒരു മൂവ് ഉണ്ടായാൽ മതി, കല്യാണി ഈ വീടും നാടും വിട്ട് ഓടും. ചിലപ്പോ
സ്വന്തം ജീവൻ ഒടുക്കാൻ. നീയായിട്ട് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാക്കി വെക്കണോ? സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്. അത്രേ എനിക്ക് പറയാനുള്ളൂ. വല്യുഞ്ഞേ, ഇനി എന്താ വലിയ കുഞ്ഞ ചെറിയ കുഞ്ഞെന്നാ? എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ അറിയിക്കാം. അപ്പൊ എഴുന്നള്ളിയാ മതി. പോവാനല്ലേ പറഞ്ഞത്? ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. റാണി, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടോ തിരക്കാഞ്ഞിട്ടോ ഒന്നുമല്ല. കമ്പനിയിൽ നല്ലൊരു വേക്കൻസി ഇല്ല, അതുകൊണ്ടാ. പിന്നെ ഉള്ളൊരെണ്ണം മരിച്ചുപോയ സ്റ്റാഫിന്റെ മക്കൾക്ക് റിസർവ് ചെയ്തിരിക്കുക. അമ്മയുടെ ഡിസിഷനാ. അതെനിക്ക് പെട്ടെന്ന് വയലേറ്റ് ചെയ്യാൻ പ്രയാസമാ. കമോൺ റാണി, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഇത് ഇമ്പോസിബിൾ ആണെന്ന് ഞാൻ പറയില്ല. നോക്കട്ടെ മറ്റെവിടെയെങ്കിലും പറ്റുമെന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നൊന്നും നീ മനസ്സിലാക്ക്. തൽക്കാലം നീ ഒന്ന് കാത്തിരിക്കേ. ശരി ശരി, ഞാൻ പിന്നെ വിളിക്കേ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എന്റെ ഭർത്താവിന് എന്റെ കൂടെ വരാനേ ഉള്ളൂ ക്ഷീണവും സമയക്കുറവും. കണ്ണി കാണുന്നവളുമാരോട് ഫോണിൽ സംസാരിക്കാൻ യാതൊരു കുഴപ്പവുമില്ല. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. നായുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും അത് നിവരില്ലെന്ന്. ഇവിടെ അത് തന്നെയാ ഗതി. മൈൻഡ് യുവർ വേർഡ്സ്, ഓക്കെ? ഞാനിപ്പോൾ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD. 1 2 ഒന്നുമല്ല, 16 കമ്പനികളുടെ MD. എനിക്ക് രാത്രിയും പകലും ഇല്ലാതെ പല ഫോൺ കോൾസും വന്നുന്നിരിക്കും. അതിനൊക്കെ നീ ഇങ്ങനെ സംശയിക്കാൻ തുടങ്ങിയ പിന്നെ അതിനെ നേരം കാണും. സംശയമല്ല, എന്റെ മനസ്സിലിപ്പോ സംശയമല്ല, സങ്കട. നിന്നെ എന്റെ ഭർത്താവാക്കിയതിന്റെ സങ്കടം. അവിടെ വന്നവരെല്ലാവരും നിന്നെ തിരക്കി. മറുപടി പറഞ്ഞു ഞാൻ മടുത്തു. ഇതേതായാലും കുറച്ചു കൂടിപ്പോയി അരവിന്ദ്. നീ എന്നെ ബോധപൂർവ്വം ഇൻസൾട്ട് ചെയ്യായിരുന്നു. ഫെയ്ത്ത്, എന്റെ തലവിധിയായത്, തലവിധി. കൂൾ. നീ എന്താ ഈ ഇടത്തരം പെണ്ണുങ്ങളെ പോലെ സ്വയം പ്രാകുന്നത്? എന്താ ഇത്രയ്ക്ക് ഞാൻ ചെയ്ത കുറ്റം? നിന്റെ കൂടെ റിസപ്ഷന് വന്നില്ല, അത്രയല്ലേ ഉള്ളൂ. അതെ, അത് അരവിന്ദന് ചെറിയ കാര്യമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ കാര്യമല്ല. എനിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാ. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് നാണം കെട്ടിട്ട് തിരിച്ചിങ്ങോട്ട് വരണോ വേണ്ടോ എന്ന് വരെ പലവട്ടം ആലോചിച്ചതാ. പിന്നെ ആന്റി അങ്കിളിനെയും കുറിച്ച് ആലോചിച്ചതുകൊണ്ട് മാത്രമാ തിരിച്ചു വന്നത്.
ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം സമ്മതിക്കുന്നു. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. എൻ്റെ അച്ഛനും പറഞ്ഞു ഞാൻ ചെയ്തത് ശരിയായില്ലെന്ന്. അതുകൊണ്ട് ചെയ്ത് തെറ്റ് തിരുത്താൻ ഞാൻ റെഡിയാ. ഇന്നിപ്പോൾ റിസപ്ഷനല്ലേ കഴിഞ്ഞുള്ളൂ. നാളെ തന്നെ ചെറുക്കനെയും പെണ്ണിനെയും നേരിട്ട് കാണാൻ നമ്മൾ ഒരുമിച്ച് പോവാം. എന്തേ? വിത്ത് എ ഹ്യൂജ് പ്രസന്റേഷൻ. എന്താ, സന്തോഷമായി നിനക്ക്? അതേന്ന് ഒന്ന് വിശ്വസിക്കാൻ എൻ്റെ പൊന്നെ. ഐ എം നോട്ട് ജോക്കിംഗ്. സത്യം. നിന്റെ നാട്ടുകാരെയും വീട്ടുകാരെയും എനിക്ക് കാണിച്ചിട്ടേ ഉള്ളൂ നിന്റെ ഭർത്താവ് ഞാനാണെന്ന്. അല്ല, പോകുമ്പോ ഞാൻ കോട്ട് ഇടണോ അതോ ടീഷർട്ട് ഇടണോ? ഏത് വേണം നീ തന്നെ പറ. അല്ല, ഏതിട്ടാല എനിക്ക് കുറച്ചുകൂടി ചേർച്ചയുള്ളത്? പറോ പറ 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 പറ. പോടാ. കൊള്ളാം, നിന്റെ ഹിന്ദിക്കാരൻ ഫ്രണ്ടാ റാണ എന്ന റാണി. ഇനി നീ അവളോട് ചോദിച്ചാ മതി ഷർട്ട് ഇടണോ നിക്കർ ഇടണോന്ന്. ബ്ലഡി റാസ്കൽ. ഇനി ഇതുപോലെ തെറ്റിദ്ധരിച്ചുള്ള നിന്റെ ഒരു മൂവ് ഉണ്ടായാൽ മതി, കല്യാണി ഈ വീടും നാടും വിട്ട് ഓടും. ചിലപ്പോ സ്വന്തം ജീവൻ ഒടുക്കാൻ. വല്യുഞ്ഞെ, കല്യാണി, ഞാൻ വീട്ടിൽ പോകുന്നതിന് മുമ്പ് വല്യുഞ്ഞെ കാണണമെന്ന് പറഞ്ഞിരുന്നു. അതെ, കല്യാണിയോടൊരു സോറി പറയാനാ ഞാൻ കാണണമെന്ന് പറഞ്ഞത്. ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഐ എം സോറി കല്യാണി. ഐ എം എക്സ്ട്രീംലി സോറി. നീ ക്ഷമിക്കണം. എന്തൊക്കെയാ വല്യുഞ്ഞി പറയണേ? എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ശബരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആദ്യം ഞാൻ കല്യാണി തെറ്റിദ്ധരിച്ചു പോയി. അതാ വളരെ പരുഷമായി പെരുമാറിയത്. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സാരയില്ല വല്യുഞ്ഞെ, തെറ്റ് എന്റെ ഭാഗത്താ. ഞാൻ ആ മാല വല്യുഞ്ഞ് ആവശ്യപ്പെട്ടതുപോലെ കഴുത്തിൽ അണിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞതാണ്. നമുക്കതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വല്യുഞ്ഞെന്നെ ഒഴിവാക്കാണെന്ന് തോന്നിയപ്പോ ആദ്യം ഒരുപാട് സങ്കടം തോന്നി. ഇപ്പൊ അതൊക്കെ മാറി. ഒരൊറ്റ അപേക്ഷ എനിക്കുള്ളൂ. ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും വല്യുഞ്ഞെന്നെ ഒഴിവാക്കി മാറ്റി നിർത്തരുത്. എനിക്ക് താങ്ങാനാവാത്തത് അത് മാത്രമാണ്. ബാക്കി എന്തും ഞാൻ സഹിക്കും, എന്തും. ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ.
ഇല്ല കല്യാണി, ഇല്ല. മാറ്റി നിർത്താനല്ല, നിന്നെ ചേർത്ത് പിടിച്ച് കൂടെ നിർത്താനാ എന്നും ഈ ആനന്ദ് ആഗ്രഹിക്കുന്നത്. ഞാനത് താമസിക്കാതെ നടത്തും, നിനക്ക് വിശ്വസിക്കാം.